ഇവിടെ നടക്കുന്നൊക്കെ അറിയുന്നുണ്ടല്ലോ അല്ലേ? ഉവ്വ്. നീ എന്ത് പറയുന്നു? എന്താ നിന്റെ അഭിപ്രായം? എന്റെ അഭിപ്രായം എനിക്ക് മാത്രമായിട്ടൊരു അഭിപ്രായമൊന്നും ഇല്ല ശരത്തേട്ടാ. വീട്ടുകാരെന്തു പറയുന്നോ അതുപോലെ ഞാൻ ചെയ്യൂ. പൊന്നും പണമൊന്നും എനിക്ക് വേണ്ട. ഞാൻ വിളിച്ച നീ ഇറങ്ങി വരൂ. ഏതൊരു പെണ്ണും കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാചകങ്ങളാ ശരത്തേട്ടൻ ഇപ്പൊ പറഞ്ഞ്. പക്ഷെ എനിക്കതിനുള്ള ധൈര്യമില്ല. വീട്ടുകാരെ എതിർത്ത് എനിക്കൊന്നും നേടണ്ട. ഞാനല്ലേ വിളിക്കുന്നത്? നിനക്കെന്നെ ഇഷ്ടമല്ലേ? എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്റെ വീട്ടുകാരെയാ. അമ്മയും മുത്തച്ഛി നമ്മളോട് നിൽക്കും. അപ്പോഴോ? പക്ഷെ അച്ഛനോ? അച്ഛനെ എതിർക്കുമായിരിക്കും. അത് അച്ഛനെ പറഞ്ഞിരിക്കുന്നത് അവരാ, ദേവിക. അച്ഛന്റെ സമ്മതം നമുക്ക് വേണ്ട. ഏതെങ്കിലും അമ്പലത്തിൽ വെച്ച് നമുക്ക് താലി കെട്ടാം. കല്യാണം കഴിയുമെന്ന് അറിയുമ്പോ അച്ഛന്റെ ദേഷ്യമൊക്കെ മാറും. അച്ഛന്റെ സമ്മതം നമുക്ക് വേണ്ട. പക്ഷെ അച്ഛന്റെ അനുഗ്രഹം എനിക്ക് വേണം. അച്ഛന്റെ കാല് തൊട്ട് വന്ദിച്ച അനുഗ്രഹം വാങ്ങാതെ ഞാൻ കല്യാണത്തിന് ഇറങ്ങില്ല. അനുഗ്രഹമൊക്കെ നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും വാങ്ങാം. അതെ, ശരത്തേട്ടൻ അച്ഛനെ ശരിക്കും അറിയാത്തത് കൊണ്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്. നമ്മൾ അങ്ങനെ ചെയ്താ അമ്മയും മുത്തശ്ശിയും പിന്നെ ഈ വീട്ടിൽ കയറ്റില്ല അച്ഛൻ. അവരെ നമ്മൾ നോക്കേണ്ടി വരും. നമ്മൾ നോക്കും. അതിന് ശരത്തേട്ടന് വീടുണ്ടോ? ഇല്ലെന്നാ അച്ഛൻ പറയുന്നത്. അല്ല, ഞാനത് വിശ്വസിച്ചിട്ടൊന്നുമില്ല. കോടീശ്വരന് സ്വന്തമായിട്ട് വീടില്ലാതിരിക്കോ? അങ്ങനെ ചോദിച്ചപ്പോ അച്ഛൻ തിരിച്ചു ചോദിക്കുക, കോടീശ്വരന് ഒരു പ്രീമിയം കാർ ഇല്ലാതിരിക്കോന്ന്. ശരിയാണല്ലോ, ശരത്തേട്ടന് വില കൂടിയ ആഡംബര കാറൊന്നും ഇല്ലല്ലോ. ഇല്ലായിട്ടല്ല, വാങ്ങാത്തോണ്ട. ലളിത ജീവിതം, അതാ എനിക്കിഷ്ടം. എനിക്കും അത് തന്നെയാ ഇഷ്ടം. എന്നാലും വീട്ടുകാരെ ധിക്കരിച്ച് നമ്മൾ ഒന്നും ചെയ്യേണ്ട ശരത്തേട്ടാ. ആ ശാപം ഏൽക്കാൻ എനിക്ക് വയ്യ. ആദ്യം എല്ലാം ഒന്ന് ആറി തണുക്കട്ടെ, എന്നിട്ട് മതി കല്യാണമൊക്കെ.